Momma's dishwash liquid. Soft on hands. കർഷകരുടെ ശക്തി ബി.ജെ.പി. മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. ബി.ജെ.പി. ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയം ബോധിച്ചുകൊണ്ടല്ല ഇവിടത്തെ ജനത വിശപ്പടക്കുന്നത്. ഇവിടത്തെ ജനങ്ങളുടെ വയർ നിറയ്ക്കുന്നത് കതിരുകാത്ത മണ്ണിനെ പൊന്നാക്കുന്ന പാവപ്പെട്ട കർഷകന്റെ വിയർപ്പാണ്. ആ കർഷകർക്ക് കൃത്യമായ പരിഗണന നൽകിയില്ലെങ്കിൽ അവർ പോരാട്ടമുഖത്തിറങ്ങുക തന്നെ ചെയ്യും. അവർക്കൊപ്പം ഇന്ത്യൻ ജനതയുമുണ്ടാവും. ആ പ്രതിഷേധങ്ങളുടെ ശബ്ദം ബി.ജെ.പി. കേട്ടില്ലെങ്കിൽ ബി.ജെ.പിക്ക് തിരിച്ചടികൾ ഉണ്ടാവുമെന്നല്ല, ഉണ്ടായി. കർഷകരുടെ കാര്യത്തിൽ ബി.ജെ.പിക്ക് ആദ്യത്തെ വമ്പൻ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഹരിയാനയിൽ ബി.ജെ.പിക്ക് കൈവെള്ളയിൽ നിന്നും ഭരണം നഷ്ടമാവാൻ പോകുന്നു. കർഷകരോടുള്ള ബി.ജെ.പി. സർക്കാരിന്റെയും മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെയും മനോഭാവത്തിൽ പ്രതിഷേധിച്ച് സഖ്യം വിടാനൊരുങ്ങുകയാണ് ജെ.ജെ.പിയും 7 സ്വതന്ത്രരും. ടിയർ ഗ്യാസ് ഉപയോഗിച്ചും ജലപീരങ്കി ഉപയോഗിച്ചും പാവപ്പെട്ട കർഷകരെ തല്ലിച്ചതച്ച ബി.ജെ.പിയുമായി ഇനി ഒരു തരത്തിലും സഖ്യമില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹരിയാനയിൽ NDA സഖ്യകക്ഷിയായ ജെ.ജെ.പിയും 7 സ്വതന്ത്രരും. 90 അംഗ ഹരിയാന നിയമസഭയിൽ 40 സീറ്റുകളാണ് ബി.ജെ.പിക്കുള്ളത്. 10 സീറ്റുകൾ നേടിയ ദുഷ്യന്ത് ചൗതാലയുടെ ജെ.ജെ.പിയും 7 സ്വതന്ത്രരെയും കൂട്ടുപിടിച്ചാണ് ബി.ജെ.പി. മാന്ത്രിക സംഖ്യയായ 46 മറികടന്ന് അധികാരം പിടിച്ചെടുത്തത്. പ്രതിപക്ഷമായ കോൺഗ്രസിന് 31 അംഗങ്ങളുണ്ട്. നിലവിൽ 57 അംഗങ്ങളുള്ള NDAയിൽ ജെ.ജെ.പിയും സ്വതന്ത്രരും കൈയൊഴിഞ്ഞാൽ NDA സർക്കാർ നിലം പതിക്കും. കർഷക സമരത്തെ ഗ്രനേഡ് ഉപയോഗിച്ചും കയ്യൂക്കുകൊണ്ടും ഹരിയാനയിലേക്ക് പ്രവേശിപ്പിക്കാൻ വിടാത്ത ഹരിയാനയിലെ ബി.ജെ.പി. മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിനെതിരെ നേരത്തെ തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. ഹരിയാനയിൽ നിന്നുള്ള കർഷകരില്ലെന്ന് പറഞ്ഞ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിച്ച ഖട്ടറിനെതിരെ സഖ്യകക്ഷിയായ ജെ.ജെ.പി. നേതാവ് ദുഷ്യന്ത് ചൗതാലയും രംഗത്ത് വന്നിരുന്നു. രാജ്യത്തിന് ഭക്ഷണം നൽകുന്ന പാവപ്പെട്ട കർഷകരെ ലാത്തി ചാർജ് നടത്തിയതിനെതിരെയാണ് ദുഷ്യന്ത് ചൗതാല രംഗത്ത് വന്നത്. നേരത്തെ കർഷകരുടെ പാർട്ടി എന്നും പറഞ്ഞ് വോട്ട് ചോദിച്ച് 10 സീറ്റുകൾ നേടിയ ജെ.ജെ.പിക്ക് ഇനിയും ബി.ജെ.പിയുടെ കർഷക വിരുദ്ധ നയങ്ങൾ പിന്തുടർന്നാൽ കർഷകരുടെ വോട്ട് വാങ്ങി മാത്രം വിജയിക്കുന്ന ജെ.ജെ.പിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അവതാളത്തിലാകും. അതിനാൽ തന്നെയാണ് ജെ.ജെ.പി. സഖ്യം വിടാനൊരുങ്ങുന്നത്. സഖ്യം വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ജെ.ജെ.പി. നേതാക്കൾ പുറത്തുവിട്ടിരുന്നു. നേരത്തെ തന്നെ NDA സഖ്യകക്ഷിയായ ശിരോമണി അകാലിദളും മോഡി സർക്കാരിന്റെ കർഷക വിരുദ്ധ നയത്തിൽ പ്രതിഷേധിച്ച സഖ്യം വിട്ടിരുന്നു. ജെ.ജെ.പിയും കൂടെയുള്ള സ്വതന്ത്രരും കൂടി കളം വിട്ടാൽ ബി.ജെ.പിക്ക് ഹരിയാനയിൽ ഭരണം നഷ്ടമാവുമെന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ വൻ തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക. അതേസമയം കോൺഗ്രസ് അതിവേഗം കർഷകരുടെ വിഷയത്തിൽ ഇടപെട്ടു. പ്രക്ഷോഭം നടത്തുന്ന കർഷകർക്ക് താമസിക്കാൻ ഇടം ഒരുക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ ഹൂഡ. കർഷകർക്ക് റേഷനും ചികിത്സാ സൗകര്യങ്ങളും കോൺഗ്രസ് ഒരുക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഹരിയാനയിൽ കർഷകരിലൂടെ വൻ തിരിച്ചുവരവാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. എന്തുതന്നെയായാലും കർഷകർ വിജയിക്കട്ടെ. അവരാണ് ഈ നാടിന്റെ നട്ടെല്ല്. കർഷകർക്കൊപ്പം എന്നും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Momma's dishwash liquid. Soft on hands.